ഭാഷയൊക്കെ ഒന്ന് മാറണം അല്ലേ? അല്ല തങ്കം, ഇതൊക്കെ അങ്ങ് ഇതൊക്കെ മാറാം, എല്ലാം മാറാൻ പറ്റും. അവിടെ എന്തായിരുന്നു പരിപാടി? എവിടെ അറിഞ്ഞില്ല? അമ്മാവനും ഫാസിലും നിങ്ങളും കനകനൊക്കെ കൂടി എന്തായിരുന്നു ചർച്ച? അതൊന്നും ഇല്ലെന്നേ. പറ ക്ലിറ്റോ. അത് പിന്നെ ഒന്നുമില്ല തങ്ക. അത് എന്താന്ന് പറഞ്ഞതിന് എന്താ കുഴപ്പം? മാറിന്ന് പോയി സംസാരിക്കണ എന്തിനാ? ഒന്നുമില്ല, അതൊക്കെ പറയണുണ്ടോ നിങ്ങൾ? നക്ഷത്രം ഫലം ജാതകം നോക്കി. ജാതകം ആരുടെ? അല്ല, എന്റെ ജാതകമേ. നിങ്ങൾക്ക് ജാതകോ? അല്ല, ജാതകം ഇല്ല, പക്ഷെ നക്ഷത്രം ഉണ്ടല്ലോ. നിങ്ങൾ എന്താ പറയണേ? അതായത് എന്റെ നക്ഷത്ര ഫലം ഈ ആഴ്ചത്തത് ഞാൻ വായിച്ചായിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് എനിക്ക് ശുക്രനാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ ഇതാ പറയണത് കേട്ടോ, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു പോയാൽ ഈ ശുക്രൻ നമ്മളെ തേടി വരും എന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ. ക്ലീറ്റോ, എന്താ കിടന്നീ തപ്പിത്തടഞ്ഞീ പറയണത്? കാര്യം പറ ക്ലീറ്റോ. ശുക്രനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ ആങ്ങളെ. എന്റെ ആങ്ങളെ ശുക്രനോ? എന്റെ ആങ്ങളെ കനകൻ. കനകനാണ്, പക്ഷെ ഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്നത് അവനാ. ഞാൻ ഒന്നുമില്ല, ഒരു ചെറിയൊരു ബിസിനസ് ഞങ്ങൾ എല്ലാരും കൂടെ തുടങ്ങാൻ പോകും. ആഹാ, അതായിരുന്നോ? വേണ്ട, ഞാൻ വേണമെന്ന് നിന്റെ ആങ്ങളേക്ക് ഒരു നിർബന്ധം. ആങ്ങളേക്ക് നിർബന്ധം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ചെയ്യണില്ലല്ലോ. സത്യത്തിൽ എനിക്കും ഇത് താല്പര്യമില്ല. പിന്നെ നിന്റെ ആങ്ങളെ ഒരേ നിർബന്ധം, പിന്നെ അമ്മാവന് നിർബന്ധം ഞാൻ വേണമെന്ന്, പിന്നെ ഫാസിലും പറയുന്നു ഞാൻ വേണമെന്ന്. അതുകൊണ്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ പറയണം ഞാനില്ലാന്ന്. അപ്പൊ തീർന്നല്ല പ്രശ്നം. എന്തായാലും അവരുടെയൊക്കെ മൂത്തൂക്കി എങ്ങനെ ഞാനത് പറയാം? ഒന്നുമില്ലെങ്കിൽ എന്റെ അടിയനായി പോയില്ലേ അവൻ. എന്താ നിങ്ങൾ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാനേ. ഇല്ല, ഒരു ചെറിയ ഒരു വസ്തു കച്ചവടം. അപ്പൊ അതിനകത്ത് നമ്മളൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്താൽ മതി, ഭയങ്കര നേട്ടമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 4 ചക്രമുള്ള വണ്ടി നേരത്തെ കൂടി പോണ്ടല്ലോ, അത് കച്ചവടം ചെയ്യലാണല്ലോ കുറെ നാളായിട്ട് നിങ്ങളുടെ പണി. ഒരു വണ്ടി കച്ചവടം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏക്കർ കണക്കിന് സ്ഥലം. ഇത് അതുപോലെ അല്ല, വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ തുച്ഛമായ ലാഭം കിട്ടും. ഇത് അതല്ല, ഇതൊരു നല്ല കോള. നമ്മുടെ ഇവനുണ്ടല്ലോ ഫാസില്, അവന്റെ ഒരു അളിയന്റെ ഒരു 10 സെന്റ് സ്ഥലം, അത് ലോണും കണ്ട് ഇരിപ്പുണ്ട്. അപ്പം അത്യാവശ്യം നമ്മളൊരു 2 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം നമുക്ക് കാലാവധി കിട്ടും. ആ 6 മാസത്തിനുള്ളിൽ നമ്മളിത് മറിച്ചടിക്കുന്നു. സെന്റിന് എങ്ങനെ പോയാലും ഒരു 25 ലക്ഷം രൂപ വെക്കും. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ളതാണ്. സത്യം, 2 കോടി രൂപ വരും. നമുക്ക് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് എടുക്കാം. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? അത് നമ്മളും ഈ ബിസിനസ് ആകുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമല്ലോ. ആദ്യം ഈ മുടക്ക് മുതൽ എങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഇൻവെസ്റ്റ്മെന്റ് എല്ലാ ബിസിനസിനും ഇല്ലേ തങ്കം? അപ്പൊ നമ്മള് 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ 4 ആള് ചേർന്ന് 2 ലക്ഷം രൂപ കൊടുക്കും. അതെല്ലേ? തീരുമാനിച്ചായിരുന്നോ? തങ്കത്തിനോട് പറഞ്ഞിട്ട് എന്നാ ചെന്ന് പറഞ്ഞേക്ക്, നമ്മളില്ല. നമ്മളില്ല. തങ്കം വന്ന് കയറുന്ന മഹാലക്ഷ്മി വല്ല വട്ടുണ്ടോ ക്ലീറ്റോ? അത് എനിക്കിപ്പോ നിർബന്ധമല്ല, നിന്റെ ആങ്ങളെ ഒരേ നിർബന്ധം ഞാൻ വേണമെന്ന്. അതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, ഈ വസ്തു മറിച്ച് വിൽക്കാൻ ഞാൻ മിടുക്കനാണെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്നെ ഇതിൽ കൂട്ടിക്കണേ. എന്ത്? ഒന്നുമില്ല. അല്ല, ഇത് അഡ്വാൻസ് ആയി കഴിഞ്ഞിട്ട് ഡീല് നടന്നു കഴിഞ്ഞിട്ട് 3 മാസത്തിനുള്ളിൽ ഞാൻ ഇത് മറിച്ചടിക്കും. അതിൽ വേറെ കമ്മീഷൻ നമുക്ക് വേണേ എടുക്കാം, അവരറിയാതെ. പാവല്ലേ, നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കണുണ്ടോ? പൈസ എവിടെ? ഈ 50,000 രൂപ എവിടെ? 50,000 രൂപ നീ എന്നോട് പറഞ്ഞല്ലോ, നമ്മളിവിടെ എന്തോ ഓട് മാറണമെന്നാ മെയിൻ്റെനൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പൈസ കരുതിയിട്ടുണ്ട്. അതോർത്തന്റെ എന്റെ മോൻ മഴ പെയ്യുമ്പോ ഒരു തുള്ളി വെള്ളം പുറത്തു പോണില്ല, എല്ലാം കൂടി ഇങ്ങോട്ട് വീഴും. അടുക്കളയിൽ നിൽക്കാൻ പറ്റണില്ല. ഞാൻ പറയണ കേക്കണില്ല. നമുക്ക് ഈ വീടങ്ങ് മാറാലോ. ഈ കച്ചവടം നടന്നു കഴിഞ്ഞാ നമ്മൾ വേറൊരു വീട്ടിലേക്ക് മാറില്ലേ? ഇതൊക്കെ നടക്കുവോ ക്ലീറ്റോ? ഇനിയിപ്പോ എന്നെ അല്ലേ നിനക്ക് വിശ്വാസം ഇല്ലാതുള്ളൂ, നിന്റെ ആങ്ങളെ വിശ്വാസം ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ അവൻ ഇന്നടത്ത് നിൽക്കുവോ? നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചോണ്ടിരിക്കാതെ എനിക്ക് വിശ്വാസം. അമ്മാവൻ വെറുതെ നിൽക്കുവോ? ഇല്ലല്ലോ. എനിക്ക് ആരെ വിശ്വാസം? ആകെ ഇച്ചിരി വിശ്വാസമുള്ളത് കനകനെയാ. നീ വേറെ ആരും വിശ്വസിക്കണ്ട, നിന്റെ ആങ്ങളെ വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ നിനക്ക് ചെയ്യാൻ പറ്റുമോ? നീ ആ പൈസ ഇടുമെങ്കിൽ ഇടും, പിന്നെ അവര് 3 പേരും കൂടെ ചേർന്ന് അത് ചെയ്യും. 3 മാസം കഴിയുമ്പോഴത്തേനും പൈസ എനിക്ക് തിരിച്ചു തന്നേക്കണം. 6 മാസമാണ് എഗ്രിമെന്റ്. ഞാൻ 3 മാസത്തിനുള്ളിൽ തന്നെ അത് ഞാൻ മറിച്ചടിക്കും. അത് എന്തായാലും 6 മാസം, അതിനപ്പുറം പോകില്ലല്ലോ. കാരണം കാലാവധി കഴിയുമ്പോൾ നമ്മളിത് കൊടുക്കണോ? ഞാൻ പക്ഷെ കനകനോട് ചോദിച്ചു സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ടേ പൈസ തരുള്ളൂ. എന്റെ പൊന്നെ തങ്കം, നീ അത് മതി. എന്നെ കാശ് എന്റെ തണ്ട, നീ കനകന്റെ കൊടുത്താൽ മതി. ഉറപ്പിക്കല്ലോ അല്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല മാവാ, നമ്മളിപ്പോ ഈ 2 ലക്ഷം രൂപയ്ക്ക് അമ്മയെ വാങ്ങിച്ചു,
എന്നിട്ട് നമ്മളിത് ഗോവയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ നമുക്ക് 3 കോടി തരും. നമുക്ക് 3 കോടി രൂപ അവർ തരണമെങ്കിൽ അവർക്ക് ഈ ആമ എന്തിനാണ്? തലതിരിഞ്ഞ സംശയം. എടാ, ഇത് സാധാരണ ആമയല്ല, നക്ഷത്രാമയാണ്. ഭഗവാന്റെ അവതാരം, കൂർമാവതാരം. ഇത് കുടുംബത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഐശ്വര്യവും പിന്നെ ദിവസേന കോടികളുടെ വരുമാനമാണ്. എന്നാ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചാ പോരെ? ഈ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? അതെ. ഈ ആമ വീട്ടിലുണ്ടോണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളം ഇരട്ടിക്കാനൊന്നും പോണില്ല. ഇത് ബിസിനസ്സുകാരുടെ വീട്ടിൽ വെക്കണം. അതുമല്ല കനക, ഇത് നമുക്ക് പാവപ്പെട്ടവർക്ക് വളർത്താൻ പറ്റുമോ? ഇത് ഭഗവാന്റെ കൂർമാവതാരമാണേ. ഇതെന്തെന്നാ കഴിക്കണത്? വെണ്ണ, നെയ്യ്, മാതള നാരങ്ങ, ഇതൊക്കെ എങ്ങനെ മേടിച്ചു കൊടുക്കാനാ ദിവസവും? അതെ, ഭാരിച്ച കാര്യം ഒന്നും ചിന്തിക്കണ്ട. പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള വഴി ഇത് കിട്ടുക, വേഗം കൊടുക്കുക, കാശ് മേടിച്ചാൽ പിടുത്തം വിടുക. അമ്മാവാ, ഇതിന്റെ നമുക്കിപ്പോ 50 ലക്ഷം രൂപ വെച്ച് ഒരാൾക്ക് കിട്ടുമല്ലോ. ബിസിനസ് നടന്നാൽ കിട്ടും. അപ്പൊ ഇതിന്റെ എണ്ണേനെ കിട്ടും, ഒരാണും പെണ്ണും. എന്തിനാ? അങ്ങനെ നമുക്ക് വളർത്തിയിട്ട് പെറിയിച്ച് വിറ്റുകൂടെ ആഴ്ചയിലാഴ്ചയില്. ആദ്യം ഒന്നിന്റെ കഴിയട്ടെ, പിന്നല്ലേ 2. എടാ പോത്തെ, ഇത് വീട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുമോ? ഫോറസ്റ്റ് അറിഞ്ഞാൽ പിടിച്ചോണ്ട് പോവും. കയ്യെ കിട്ടി അപ്പൊ തന്നെ ഒഴിവാക്കണം. സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. അല്ല, കയ്യിൽ നനയാണ്ട് മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ, റിസ്ക് ഉണ്ട്. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, കാരണം ഞാൻ ഇതുകൊണ്ട് രക്ഷപ്പെട്ട പലരും കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഗോവയിൽ പോണത് അമ്മാവനും ക്ലീറ്റസും കൂടി പോയിക്കൊള്ളണം, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അത് പറ്റില്ല. റിസ്ക് ഉള്ള പരിപാടിയാണ്, ഒരുമിച്ചാണ് ഷെയറിങ്, എല്ലാവരും കൂടി പോകണം. എല്ലാവരും കൂടി പോവാം. അല്ലാണ്ട് എന്നെ ഒറ്റയ്ക്കൊന്നും ഈ വയസ്സുകാലത്ത് കൊണ്ട് അത് വേണ്ട. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, 50 രൂപ നമ്മളെല്ലാരും കൂടെ 50 ഇടും. ഞാൻ ഒന്നര രൂപ ഇടും. ഇവൻ എന്തിടും? ഇവനിടൂല്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ഇടില്ലേ. അങ്ങനെ അമ്മാവന് ഇടണ്ടാന്നേ, ഞാൻ ഇട്ടോളാം. അങ്ങനെ നീ പറയട്ടെ, നമുക്ക് 3 പേർക്കും കൂടി അങ്ങ് ഇടാം. അത് മതി. എന്തായി വല്ല തൊത്താ? അത് കുഴപ്പമില്ലടാ, നീയാണല്ലോ അത് കാണിച്ചെന്ന്. നിനക്ക് എന്തെങ്കിലും കമ്മീഷൻ ഞങ്ങൾ തരാം കേട്ടോ. ക്ലീറ്റസിന്റെ കാശ് റെഡി ആയില്ലെങ്കിൽ നിങ്ങൾ 3 ആളും കൂടെ ഇടും അല്ലേ? പിന്നെ ഒരു ബിസിനസ് ആവുമ്പോൾ നീ ഇല്ലാന്ന് കരുതി അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിങ്ങൾ 3 ആളും കൂടെ ഉണ്ടാക്കണ്ട. ക്ലീറ്റോടെ കാശ് ക്ലീറ്റോ ഇടും. നീ എങ്ങനെ ഇടും? ഞാൻ എങ്ങനെ ഇടുന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ കാശാളിൻ്റെ കയ്യിൽ തരും. തൊലച്ചു. എല്ലാം ചെന്ന് പറഞ്ഞാണല്ലേ? ഇത് പെണ്ണുങ്ങളെ അറിയരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. ഇനി അവരുടെ വായിൽ അറിഞ്ഞ നാട് മുഴുവൻ അറിയില്ലേ? അതെ, നിങ്ങളെപ്പോലെ ആദ്യമായിട്ടല്ല ഞാനൊരു ബിസിനസ് ചെയ്യുന്നത്. ഈ ബിസിനസ് കുറേ ക്ലീറ്റോ ചെയ്തിട്ടുള്ളവനാ. ഞാൻ അവളോട് പറയേണ്ട രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു വസ്തു കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വസ്തു കച്ചവടം എന്ന് പറഞ്ഞു? അത് ശരി. അപ്പൊ കനക, തങ്കം കൊണ്ടുവന്ന് കാശ് തരാൻ നേരത്തെ എന്താന്ന് ചോദിക്കുമ്പോ ഈ വസ്തു കച്ചവടം എന്ന് തന്നെ പറയണം. അവനത് പറഞ്ഞോളൂ. അവൻ ചിലപ്പോൾ ഇത് പറയും, നമ്മൾ ആമ കച്ചവടം. നിർത്ത്. ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിന് ഷുവർട്ടി വേണം. പൈസ നമ്മളോട് കൊടുക്കുന്നു, സാധനം നമ്മളോട് വാങ്ങിക്കുന്നു. അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചോക്കാം ആദ്യം. അതെ, 2 ലക്ഷം അങ്ങോട്ട് കൊടുക്കുന്നു, കയ്യോടെ ആമേനെ നമുക്ക് തരുന്നു. അത് പറ്റുമോ ചോദിക്കും. അതെ, നമുക്ക് അൻസാറിന് 100% വിശ്വസിക്കാം. ആ ആള് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് നിന്നെ വിശ്വാസം അതല്ലേ കുഴപ്പം. വിളിക്ക്. അല്ലേ, നീ പറഞ്ഞത് ശരിയാ. പക്ഷെ ആമനെ വാട്സപ്പിൽ വിട്ടിട്ടുണ്ടവൻ. വാട്സപ്പിൽ കൊണ്ട് നമുക്ക് കാര്യമില്ല, നമുക്ക് സാധനം കൈ കിട്ടണം. അൻസാറേ, ഇല്ല, ഞങ്ങളുടെ കാര്യമൊക്കെ റെഡിയാണ്. നിൻ്റെ കാര്യം എന്തായി? ഓക്കെ അല്ലേ? അപ്പോൾ അല്ല, അഡ്വാൻസ് പരിപാടിയില്ല. നമ്മൾ കാശ് തരുന്നു, സാധനം നമ്മുടെ കയ്യിൽ തരുന്നു, അങ്ങനെ നമ്മൾ ബിസിനസ് ഡീൽ ചെയ്യുന്നു. അത് മതി. ഇന്ന് ഇല്ലല്ലോ, ഉച്ചയ്ക്കൊന്നും പറ്റില്ല. രാത്രി 8 മണിക്ക് ശേഷം നീ കൊണ്ടുവന്നാൽ മതി. വീട്ടിലൊന്നും കൊണ്ട് ഇറങ്ങണ്ട. അയ്യോ, നീ റോഡിൽ വന്നിട്ട് ഒരു മിസ് കോൾ അടിക്കും. ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നോളാം. മതി. ആമയെ കൊണ്ടുവരണം. ശരി, ഓക്കെ. പിന്നെ ആമയെ കൊണ്ടുവരാതെ നമ്മൾ കാശ് കൊടുക്കും. അതെ, പറയണം. നീ സാധനം കൊണ്ടുവരാൻ നമ്മൾ പൈസ കൊടുക്കും. ഇതിപ്പോ 2 മണിക്കൂർ എന്റെ വീട്ടിൽ വന്ന് കയറ്റണതിന്. അല്ല, ഒരു വർക്കത്തിന് കൊള്ളാല്ല. നീ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ, നിനക്കതുകൊണ്ട് ഗുണം ഉണ്ടാവില്ലല്ലോ. അമ്മ പറഞ്ഞില്ലേ? അതൊന്നും ഇവിടെ എത്തിച്ച് ഇന്ന് കൊടുക്കുന്നവരെ ഞാനേ ബാങ്കിലൊന്ന് പോകണം. പൈസ എടുക്കണ്ടേ? പിന്നെ കാശുകൾ വെച്ച് താമസിപ്പിക്കരുത്. എന്റെ കാശ് വൈകുന്നേരം 5 മണിക്ക് റെഡിയാണ്. ഇപ്പൊ വേണോ? ഇവിടെ ഉണ്ട് കാശ്, ഇവിടെ ഉണ്ട്, എന്റെ ഭാര്യയുടെ കയ്യിലുണ്ട്. പിന്നെ അത് മേടിക്കാൻ അളിയത്തിന്റെ ചെല്ലണം കേട്ടോ. പിന്നെ ഞാൻ വായിക്കാമല്ലോ. ക്ലീറ്റസേ, ഞാനിവിടെ എത്തി. കണ്ടു. ഓക്കെ, കണ്ടു.
എപ്പോഴാണ് ഞങ്ങൾ നോക്കി നിൽക്കണം അറിയാമോ? ഇത് അറിയാം. ഞാൻ നല്ല തിരക്കായിരുന്നു. അമ്മാവൻ. അമ്മാവനെ ഞാൻ കണ്ടിട്ടുണ്ട്. അറിയാലോ. കനകനറിയാം, കനക ഇലക്ട്രിസിറ്റി ഫാസിലിനെ നമ്മൾ കുടുംബക്കാരാണ്. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, സാധനം പെട്ടിയിലുണ്ട്. പൈസ റെഡിയാ? പൈസ വേണം, പൈസ തന്നിട്ട് ഞാൻ സാധനം തരും. അപ്പൊ എന്താണ് നമ്മൾ അതിന്റെ ഒരു അല്ല, കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞെങ്കിൽ ഇവർക്ക് വിശ്വാസം ആകുന്നില്ല. അടിയ ഒന്നുള്ളത് വിശ്വമായിട്ട് പറഞ്ഞു. ഇച്ചിരി നമുക്ക് നിൽക്കാം. ശരി. അതായത് വീട്ടസ, ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ വിവരം നമ്മളും ഈ 5 പേരല്ലാതെ വേറൊരാൾ അറിയരുത്. കേട്ടല്ലോ. ഇത് വളരെ രഹസ്യമായിട്ട് നമ്മൾ നോക്കിക്കണ്ട് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. അറിയാമല്ലോ, ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ 5 ആൾ ഓർക്കും. നിങ്ങൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് ലേറ്റാക്കരുത്. സാധനം ഗോവയിൽ എത്തിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ വരും വരായിക എല്ലാം അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്. വീട്ടസ, മറ്റേ ആൻഡ്രൂസിൻ്റെ നമ്പർ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആൻഡ്രൂസിനെ കോണ്ടാക്ട് ചെയ്യും. നമ്മളിത് അവിടെ എത്തിക്കണതിന് മുമ്പ് ചത്താറ്റ് പോകും. ഇതൊരു വിശ്വാസമൊക്കെ വേണം. ഇത് അങ്ങനൊന്നും ചാവത്തില്ല. ഇതൊക്കെ ഭയങ്കര ആയുസുള്ള സാധനമല്ലേ. ഇത് എന്താ പാസിലെ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. എന്നാ പിന്നെ അധികം നിന്ന് വൈകാതെ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ സാധനം നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തോ സൂക്ഷിച്ചു. സാധനം എടുത്തിട്ട് ഈ പെട്ടിയിലാണ് മൂങ്ങ. ഇത് 7 സ്റ്റാർ ആമയാണ്. 7 സ്റ്റാർ ആണ്. പൈസ വേണം. പൈസ എല്ലാം ഉണ്ടല്ലോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് എണ്ണുന്നുള്ളൂ. ഇനി ഞാൻ പോലെ എന്നെ വിശ്വാസമല്ലേ? ഞാൻ ഇവന്റെ കൂടെ ചെല്ല, എന്നിട്ട് രാവിലെ യാത്രയായി വന്നാ പോരെ? അത് നല്ല. ഞാൻ വീട്ടിൽ വിട്ടേക്കാം. രാവിലെ ശരി കാണാം. 2-3 മുട്ടയിട്ടേ ശ്വാസം കിട്ടണില്ലേ? അതൊക്കെ ശ്വാസമൊക്കെ കിട്ടിക്കോ. ആ കൂട്ടേക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അളിയനെ വിളിക്കാം. വിളിച്ചോ. എന്തെങ്കിലും ഉണ്ടാളിയും വിളിച്ചോ. ഓക്കെ അളി. ഇത് എന്റെ വീട്ടിൽ വെക്കാം. വീട്ടിനകത്തൊന്നും കൊണ്ടുപോയി വെക്കണ്ടെന്ന്. പിന്നെ എവിടെ വെക്കും? എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്തുള്ള ചായ്പില്ലേ, ആ ചായ്പിന്റെ അവിടെ കൊണ്ടുപോയി വെക്കാം. പെട്ടിയിൽ വെച്ചാൽ ശരിയാവില്ല. വേണ്ട, നമുക്ക് എന്തെങ്കിലും ഇട്ട് കൗത്തി വെക്കാം. ഒരു കൂടെ എന്തെങ്കിലും മൂടി വെക്കാം. മൂടി വെക്കാം. ശ്വാസവും കിട്ടും. Versus Alien.